കഞ്ഞിൻ്റെ പശേനെ കൊണ്ട് ചോദിച്ചോട്ടെ അല്ലേ? ചോദിച്ചോട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതിൽ പരാമർശിച്ചത് ഏലൂരിന്റെ ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. ഏലൂരിന്റെ ക്ലറിക്കൽ മിസ്റ്റേക്ക് അത്തരത്തിൽ ഇതിന് ബാധിച്ചിട്ടില്ല എന്ന അർത്ഥത്തിലാണ് പിന്നീട് ഒരു ഉണ്ടായത്. ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള വസ്തുത CPM ചേർത്ത സമ്മേളനത്തിൽ അങ്ങനെ സംഗതിയെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ സംഗതി ഉണ്ട് ഉള്ളതാണ് നമുക്ക് ബോധ്യമുള്ള സംഗതി. അതാണ് 6 വർഷത്തെ നീളാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് എങ്ങനെ എന്താ? അതായത് ഞാൻ ഏലൂർ എന്നാണല്ലോ, ഏലൂർ നിലനിന്നുകൊണ്ട് അത് തിരുത്താതെ എങ്ങനെ മാവൂരിന് പോസ്റ്റ് അനുവദിക്കാൻ പറ്റും, ഫണ്ട് അനുവദിക്കാൻ പറ്റും? അനുവദിച്ചില്ലല്ലോ. ഏലൂര് എറണാകുളത്ത് 14 കിലോമീറ്റർ അകലെ ഏലൂര് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഈ കഴിഞ്ഞ ഈ ലിസ്റ്റ് വന്ന ഉടനെ അവിടെ ഉണ്ട്. അവിടെ കമ്മീഷൻ ചെയ്ത് ഉദ്ഘാടനം ചെയ്തതാണ്. ഇവിടെ നമ്മൾ അപേക്ഷ കൊടുത്ത അതേ സമയത്താണ് അവിടെ ഉണ്ടായി. അത് തിരുത്തി കിട്ടിയതെന്നാ നിങ്ങൾക്ക് പത്രക്കാരല്ലേ? തിരുത്തി മാവൂരായി തിരുത്തി വിജ്ഞാപനം വന്ന ഡേറ്റ് MLA യോട് നിങ്ങൾ ചോദിച്ചിരുന്നോ? ഓൾറെഡി വ്യാവസായിക മേഖലയാണ്. ആ വ്യാവസായ മേഖലയിൽ നിലവില് ഉണ്ടായിരുന്ന ഇതുപോലെ ഇപ്പൊ മാവൂര് താൽക്കാലികമാണ്. മാവൂര് താൽക്കാലികമായി ഉള്ളതുപോലെ ഒരു ഫയർ സ്റ്റേഷൻ ആയിരുന്നു. അതിനുശേഷം 2016 ഇപ്പൊ നമുക്ക് ഈ പാസ്സായി എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ അവർ സ്വന്തം സ്ഥലത്തേക്ക് മാറ്റിയതാണ്. അല്ലാതെ മാവൂര് എന്ന് പറയുന്നത് ഏലൂര് എന്ന് പറയുന്ന ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള എന്തെങ്കിലും രേഖ നിങ്ങളിൽ ആര് ഏത് പത്രക്കാരാണ് മാവൂരത്തെ റിപ്പോർട്ട് ചെയ്തതെന്ന് അറിയാം. പത്രത്തിൽ വന്ന് വിശ്വസിക്കാൻ പറ്റൂലേ? വിശ്വസിക്കാൻ പറ്റൂലേ? പത്രക്കാരത് വിശ്വസിക്കാൻ പറ്റൂലേ? നിങ്ങളാരാ? 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 ഞാൻ വായിക്കാം. ഏത് പത്ര അല്ല നിനക്ക് പത്രം മോശമാണ്, പിന്നെ എന്തിനാ നിങ്ങളൊക്കെ ഇവിടെ വന്ന്? അല്ല, ഫയർ സ്റ്റേഷൻ 2017 ബജറ്റിൽ അനുവദിച്ചിരുന്നെങ്കിലും മാവൂരിന് പകരം സ്ഥലപ്പേര് ഏലൂർ എന്ന് തെറ്റായി വന്നതോടെ പദ്ധതി ചുവപ്പ് നാടയിൽ കുടുങ്ങി. അതിനെ ഞങ്ങൾ പറയുള്ളൂ. അതല്ല, ഇനി ഞങ്ങൾക്കത് ബാധിച്ചോളണമെന്നില്ല. എന്തുകൊണ്ട് 10 കൊല്ലം എടുത്തു? അതിന് MLA ഉത്തരം പറയണ്ടേ? ഭരണസമിതി ഗവൺമെൻറ് പിന്നെ മറ്റേ UDF ആണെങ്കിൽ അത് പറയുന്നു. LDF ഗവൺമെൻറ്റിൻ്റെ പിന്തുണ കൊടുക്കുന്ന ഒരു MLAക്ക് 2017 ബജറ്റിൽ വന്ന ഒരു യൂണിറ്റിന് യാഥാർത്ഥ്യമാകാൻ 10 കൊല്ലം കാത്തിരുന്നതിൻ്റെ കാരണം MLA പറയണം. അത് ഞങ്ങളെ UDFൻ്റെ വട്ടത്തിലുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ തലയിൽ ഇടരുത്. അത്രേ ഉള്ളൂ. ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു. ആദ്യത്തെ കെട്ടിടം മാവൂർ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും മാവൂർ പഞ്ചായത്താണ് അവിടെ ഉയർത്തിയത്. ആദ്യത്തെ കെട്ടിടം. അന്ന് MLAൻ്റെ ഒരു നയാ പൈസ ആ പദ്ധതിക്ക് കിട്ടിയിട്ടില്ല. ഇനി MLA വേറൊരു അപകടകരമായ വസ്തുതയിൽ പറഞ്ഞു, 1960-65 കാലഘട്ടത്തിൽ ഗ്രാസിം വരുന്ന സമയത്ത് ഗ്രാസിമിലെ ലേബേഴ്സിന് ചികിത്സക്ക് ആവശ്യാർത്ഥം ആ സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾക്ക് എഗ്രിമെൻറ്റ് വെച്ച് കൊടുത്തതാണ്. ആ സ്ഥലം ആരോഗ്യ സബ് സെൻറ്റർ തുടങ്ങാൻ. MLA ഇപ്പോൾ അത് വളരെ വ്യാഗ്രത, അത് മാനേജ്മെൻറ്റിൻ്റെതാണ് എന്ന് പറയാനാണ്. മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ MLA സംസാരിക്കുന്നത്. അത് പഞ്ചായത്തിൻ്റെ MCF യൂണിറ്റ് അതിനകത്തുണ്ട്, പഞ്ചായത്തിൻ്റെ സബ് സെൻറ്റർ അതിനകത്തുണ്ട്. പഞ്ചായത്തിന് ഭരണസമിതി തീരുമാനമെടുത്ത പ്രകാരം അവിടെ MLA 40 ലക്ഷം അനുവദിച്ചു. സ്വകാര്യ വ്യക്തിൻ്റെ സ്ഥലത്ത് MLAക്ക് ഫണ്ട് അനുവദിക്കാൻ അധികാരമുണ്ടോ? സ്വകാര്യ വ്യക്തിൻ്റെ സ്ഥലത്ത് MLAക്ക് കെട്ടിടത്തിന് ആസ്തി വികസന ഫണ്ടിൽ സ്ഥലം അനുവദിക്കാൻ അധികാരമില്ല എന്നിരിക്കെ ആ 40 ലക്ഷം അനുവദിച്ച് MLA എന്നത് പറയുന്നു അത് കോളിയോറൻസിൻ്റെ ആണ് സ്ഥലം. ആര് പറഞ്ഞു? ആ രേഖ ഞാൻ തരാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾക്ക് ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കൊടുത്തു. ജനകീയ ആസൂത്രണം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സ്ഥാപനങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്തിലേക്ക് വിട്ടുകിട്ടി. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് വന്നു. 2005 ബാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇപ്പോഴുള്ള സബ് സെൻറ്റർ പുതുക്കി പണിത് അന്നത്തെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം റുപ്യ മുടക്കിയിട്ട് അതിന് ഉദ്ഘാടനം നടത്തി. 2010 ഞാനടങ്ങുന്ന ഭരണസമിതി വന്നതിന് ശേഷം സുരേഷ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീലാണ് അത് ഉദ്ഘാടനം ചെയ്തത്.
കെട്ടിടം കാനത്തിൽ ജമീല. ഇതൊക്കെ സത്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. വൈകിയതിന് വേണേൽ നമുക്ക് ചർച്ച ചെയ്യാം. MCF ജില്ലാ കളക്ടറാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ ഒരു പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു സംഗതി 10 വർഷം ന്യായീകരിച്ച് പോയ ഒരു കാരണം പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ രേഖാപരമായി പറഞ്ഞത് ഈ ഭരണസമിതി UDF-ന്റെ 3ാം ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ജനുവരി ആണ് ഇതിന്റെ കെട്ടിട പെർമിറ്റും തുടങ്ങിയ പേപ്പേഴ്സുകളും നീക്കി തന്നത്. അത് ഇന്ന് 23 ദിവസത്തിനുള്ളിൽ അങ്ങനെ പറഞ്ഞു വളരെ കുറഞ്ഞ തന്നെ അതെ പാസ്സാക്കിയത് UDF ഭരണസമിതി അല്ലേ, LDF അല്ലല്ലോ, അയാള് പാർട്ടിയല്ലല്ലോ. 1 2 അയാൾ ഇതിൽ അവസാനം കൊടുത്ത ഗഡു പൈസേൻ്റെ ഒരു ബിൽഡിങ്ങിന് നമ്പർ കിട്ടല്ലോ എപ്പോഴാണ് കംപ്ലീഷൻ പ്ലാൻ കൊടുക്കുമ്പോഴാണ്. അയാൾ MLA ഫണ്ടിൻ്റെ ആ പ്രവൃത്തിക്ക് വേണ്ടി അനുവദിച്ച ഗഡുവിൻ്റെ അവസാനത്തെ ഗഡു ഇപ്പോഴും ബില്ലാക്കിയില്ല. പഞ്ചായത്തിൽ കംപ്ലീഷൻ പ്ലാൻ കിട്ടിയാലാണ് ഏത് ബിൽഡിങ്ങിൻ്റെയും നമ്പർ കൊടുക്കുക. നമ്പർ കൊടുക്കാതെ ബിൽഡിങ്ങിൻ്റെ തറ ഇടുമ്പോൾ നമ്പർ കൊടുക്കും. എന്നാലും 2025 ഒക്ടോബർ മാസത്തിൽ അതിന് നമ്പർ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 2025 കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ മാസത്തിൽ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും പിന്നീട് ഇലക്ട്രിസിറ്റി ആവശ്യങ്ങൾക്ക് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അപേക്ഷ കൊടുത്തു. അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ വന്നു, ആരെ പേരിൽ എടുക്കണം, ജില്ലാ ഫയർ ഓഫീസറുടെ പേരിൽ എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ജില്ലാ ഫയർ ഓഫീസറാണ് അതിൻ്റെ അതോറിറ്റി. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്കൊന്ന് മേയർ ഓഫീസർമാരായിട്ട് ആലോചിക്കണം. അങ്ങനെ ഒരു 10 ദിവസം പോയി. ഇയാളെ ഫണ്ട് MLA-ൻ്റെ അവസാനത്തെ ഗഡു ഫണ്ട് ഇപ്പോഴും ഇല്ല. പിന്നെ വേറെ ഒന്ന് ഞാൻ ചോദിക്കുന്നത്, ഉസ്മാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ MLA 40 ലക്ഷം രൂപ അനുവദിച്ച് ഫയർ യൂണിറ്റ് അനുവദിച്ച് കെട്ടിട നമ്പർ കിട്ടിയില്ലെങ്കിൽ ജില്ലാ കലക്ടറോട് വിളിച്ചാൽ പോരെ, കലക്ടർ കിട്ടൂലേ? MLA ഒന്ന് സെക്രട്ടറിനെ വിളിച്ചാൽ പോരെ, കിട്ടൂലേ? ഞങ്ങൾ ഈ കാര്യത്തിൽ ഫയറിലേക്ക് മാത്രം ഒതുങ്ങാനും ആഗ്രഹിക്കില്ല. ഇവിടെ MLA ഫയറിൽ കത്തിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുക. അതില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഇവിടെ രഞ്ജിത്ത് പറഞ്ഞ വിഷയങ്ങളുടെ ഇതിനകത്ത് ആ വിഷയങ്ങളും കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. അതാണ് ഞാൻ പറഞ്ഞത്. മാവൂർ മിനി സിവിൽ സ്റ്റേഷൻ എന്താ തടസ്സം? റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് സിവിൽ സ്റ്റേഷൻ റവന്യൂവിൻ്റെ ഭൂമി 10-40 സെൻറ്റ് സ്ഥലം മാവൂർ ഫൈബർ കോർട്ടേഴ്സിൻ്റെ പരിസരത്തുണ്ടല്ലോ. വില്ലേജ് ഓഫീസ് എന്താണ് ചെയ്തത്? എന്താ വന്നില്ലല്ലോ, 15 കൊല്ലമായിട്ട് വന്നില്ലല്ലോ. സബ്മിറ്റ് ചെയ്താലേ ഇക്കൊല്ലം വോട്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇക്കൊല്ലം വോട്ട് ചെയ്യിക്കണമെങ്കിൽ എന്തോന്ന് സബ്മിറ്റ് ചെയ്തിടണമല്ലോ. അതാണ് അയച്ചത്, അത് ചെയ്തില്ല. രജിസ്റ്റർ ഓഫീസിന് അയാൾ കണ്ടെത്തി എന്ന് പറഞ്ഞ സ്ഥലം ഏതാ? അല്ല, രജിസ്റ്റർ ഓഫീസിന് അയാൾ കണ്ടെത്തി എന്ന് പറഞ്ഞ സ്ഥലം ഏതാ? ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ലോകത്ത് ഒരാൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിയുന്ന ഞാൻ അയാളോട് പലവട്ടം പറഞ്ഞ അയാൾ പറയും 1 ഏക്കർ സ്ഥലം രജിസ്റ്റർ ഓഫീസുണ്ട്, 1 ഏക്കർ സ്ഥലം അത് ഉപയോഗിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം മാവൂർക്കാരെ നിരന്തരം പറ്റിക്കാണ്. പിന്നെ 9 ഏക്കർ സ്ഥലം മാവൂർ കൽപ്പള്ളിയിൽ PWD റോഡ്സിനില്ലേ? കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയല്ലേ റിയാസ് PWDൻ്റെ? അയാൾക്കൊരു ഡിമാൻഡ് വെച്ചുകൂടെ? അതിനൊരു 1 ഏക്കർ സ്ഥലം നമുക്കൊരു സ്റ്റേഡിയത്തിന്, അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ആളുകളെ കൊണ്ട് അവിടെ സന്ദർശനം നടത്തിച്ച അതത് കാലത്തെ പഞ്ചായത്തുകൾ. കണ്ണിപറമ്പ് ക്യാൻസർ ആശുപത്രി എത്ര പ്രാവശ്യം ഏറ്റെടുത്ത്? ഇടതുപക്ഷത്തിൽ വരുന്ന മുഴുവൻ ആരോഗ്യമന്ത്രിമാരും അത് ഏറ്റെടുക്കലാണ്, ഇപ്പോഴും ഏറ്റെടുത്തിട്ടില്ല. ചെറുപ്പ് ആശുപത്രി ഇവിടെ പറഞ്ഞു, ചെറുപ്പ് ആശുപത്രിക്ക് എന്താ തടസ്സം? ഇനി വേറൊരു കാര്യം, നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ പോരാണ് കാണിച്ചു തരാം. 2020 സെപ്റ്റംബർ മാസം 12-ാം തീയതി പിണറായി വിജയൻ ഓൺലൈനിൽ തറക്കറ്റിലിട്ട ഒരു ഫ്ലാറ്റ് സമുച്ചയമുണ്ട് മാവൂര്, ഇവിടെ പൊൻപറക്കുന്നിൽ. അതിൻ്റെ സ്റ്റോൺ ഇപ്പോഴും പഞ്ചായത്ത് ഓഫീസിലുണ്ട്. 2020 സെപ്റ്റംബർ 12 അടങ്കൽ തുക 6,73,50,000 ഉറുപ്പ്യ അടങ്കൽ തുക വെച്ചിട്ട് ഞാൻ എൻ്റെ അടക്കം പേര് ആ സ്റ്റോണിലുണ്ട്. എവിടെ പോയി പിന്നെ ഫ്ലാറ്റ്? ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സ്വന്തം തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അതിന് ചില പൊടിക്കൈകൾ അതത് സമയത്ത് എടുക്കുക എന്നതിലുപരി ഈ മാവൂരിനോ കുന്നമംഗലം പ്രദേശത്തിനോ വേണ്ടി ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ചെറുപ്പം മുതൽ മാവൂര് വരെ റോഡിൻ്റെ സ്ഥിതി ഗോളി ഓറഞ്ച് വന്ന സമയത്ത് ഉണ്ടാക്കിയ റോഡല്ലാതെ എന്തെങ്കിലും നടന്നോ? ഇപ്പോൾ വന്നത് ഏതാ ഫണ്ട്? നിങ്ങളൊക്കെ പത്രക്കാരല്ലേ? സെൻട്രൽ ഫണ്ട്. കോഴിക്കോട് MP-നെ നിരന്തരമായ ഇടപെടൽ പറയാതിരിക്കാൻ വയ്യ. അതോടൊപ്പം തന്നെ പ്രവാസി സംഘടനയുടെ രാജേന്ദ്രൻ, അത് നമ്മളൊക്കെ അനുഭവപ്പെട്ട ഡൽഹിയിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ഈ സ്ഥലം പരിശോധിച്ചപ്പോൾ ഈ കണ്ണിപറമ്പ് റോഡിന് ചെട്ടിക്കടവ് തെങ്ങിലക്കടവ് റോഡിനും നായർക്ക് ചെട്ടിക്കടവ് റോഡിനുള്ള ഫണ്ട് അനുവദിക്കുക. അന്ന് സെൻട്രലിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് അവരൊക്കെ കൈകാര്യം ചെയ്ത്
ബഹുമാനപ്പെട്ട MP മുഖേന ഈ കാര്യം കൊടുത്തിട്ട് 2 വർഷമായി. ആ 2 വർഷം ബഹുമാനപ്പെട്ട PWD മന്ത്രിയുടെ ഓഫീസിൽ 2 കൊല്ലം കിടന്നു. 2